ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ കാർഡ് ഈസ് സെലക്റ്റഡ് ഫ്രം എ പാക്ക് ഓഫ് 52 cards. A card is selected from a pack of 52 cards. How many points are there in the sample space? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും ആൻസർ ചെയ്യാം. How many points are there in the sample space? Number of elements in sample space ആണ് ഉദ്ദേശിച്ചത്. 52 കാർഡ് ഉണ്ട്, അതിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. അപ്പോൾ അത് ഫസ്റ്റ് കാർഡ് ആവാം, അല്ലെങ്കിൽ സെക്കൻഡ് കാർഡ് ആവാം, ഓർ എക്സിട്ര 52nd കാർഡ് ആവാം. ആകെ 52 പോസിബിലിറ്റീസുകളുണ്ട് അല്ലേ. 52 കാർഡ് എന്ന് ഒരു കാർഡ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ 52 പോസിബിലിറ്റീസ് ടോട്ടൽ. ഫസ്റ്റ് കാർഡ് കിട്ടാം, അതല്ലെങ്കിൽ സെക്കൻഡ് കാർഡ് കിട്ടാം, ഓർ എക്സിട്ര 52nd കാർഡ് കിട്ടാം. അപ്പോൾ ആ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അതാണ് ഹൗ മെനി പോയിൻറ്റ്സ് ആർ ദർ ഇൻ ദ സാമ്പിൾ സ്പേസ്. 52 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ദാറ്റ് എ കാർഡ് ഈസ് എൻ ഏസ് ഓഫ് സ്പേഡ്സ്. ഏസ് ഓഫ് സ്പേഡ്സ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാർഡിൻ്റെ ഡീറ്റെയിൽ അറിയാത്തവർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോർവേഡ് അടിച്ചിട്ട് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ശ്രദ്ധിക്കാം. കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറയട്ടെ. നമുക്കറിയാം 52 കാർഡ്സ് ആണ് ആകെ ഉള്ളത്, ശരിയല്ലേ? ആകെ എത്ര കാർഡ് ഉണ്ട്? 52 കാർഡാണുള്ളത്. 52 കാർഡാണ് ആകെ ഉള്ളത്, ശരിയല്ലേ? ഈ 52 കാർഡിനകത്ത് എത്ര ക്ലബ് സ്റ്റേഴ്സ് ഉണ്ട്, എത്ര ഡയമണ്ട്സ് ഉണ്ട്, അതൊക്കെ അറിയാമോ? ഞാനിവിടെ എഴുതി വെക്കാം. എ പാക്ക് ഓഫ് കാർഡ് കണ്ടെയ്ൻസ് 52 കാർഡ്സ്. ഈ 52 കാർഡ്സിന് 4 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഈക്വൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും 13 വീതം വരും. 13 വീതം വരും ഓരോന്നും. 13 × 4 ഒന്ന് ചെയ്ത് നോക്കിയേ. ഓരോ ഗ്രൂപ്പിലും 13 കാർഡ് വീതം. 13 × 4 52 ആണ്. ആദ്യത്തേന് നമ്മൾ പറയുന്ന പേരാണ് ക്ലബ് സ്റ്റേഴ്സ്, ഷോർട്ട് ഫോമിൽ ക്ലബ്ബ്. പിന്നെ വരുന്നതിന് നമുക്ക് സ്പേഡ്സ് എന്ന് പറയാം. സ്പേഡ് കാർഡ്സ് 13 ഉണ്ട്. പിന്നെ ഡയമണ്ട്സ് കാർഡ്, അത് 13 ഉണ്ട്. പിന്നെ ഹാർട്സ്. ക്ലബ് സ്റ്റേഴ്സ് 13, സ്പേഡ്സ് 13, ഡയമണ്ട്സ് 13, ഹാർട്സ് 13. ഓക്കെ ആണല്ലോ. ഇതിൽ ആ ക്ലബും മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ക്ലബും സ്പേഡില്ലേ, ഇത് രണ്ടും ചേർന്നാൽ 26 കാർഡ്സ് ഉണ്ട്. 26 ഉണ്ടല്ലോ. ഇത് ഓൾവേസ് ബ്ലാക്ക് ആയിരിക്കും, എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. പിന്നെ ഇത് ഡയമണ്ടും ഹാർട്സും ഇല്ലേ, 26 കാർഡ് ഉണ്ടാവുമല്ലോ, അത് രണ്ടും ചേർന്നാൽ അത് എപ്പോഴും റെഡ് ആയിരിക്കും. ബ്ലാക്ക് കാർഡ് 26ഉം റെഡ് കാർഡും 26 ഈക്വലാണ്. 52 കാർഡിൽ 26 ബ്ലാക്ക്, 26 റെഡ്. ആകെ 4 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ എണ്ണം 4 ആണ്, മറക്കണ്ട. ഞാൻ ഓരോന്നിനും ഗ്രൂപ്പ് എന്ന് പറയാണ്. ദർ ആർ 4 ഗ്രൂപ്പ്സ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻസ്. 4 ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് 1 കിങ്, 1 ക്യൂൻ, 1 ജാക്ക് ആൻഡ് 1 ഏസ്. ഓരോ ഗ്രൂപ്പിനുള്ളിലും ഒരു കിങ് ഉണ്ട്. അപ്പോൾ ആകെ എത്ര കിങ് ഉണ്ടെന്ന് ഞാൻ സെപ്പറേറ്റ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഗ്രൂപ്പിൽ ഒരു കിങ് വീതമാണെങ്കിൽ ആകെ 4 കിങ്സ് വരും. ഒരു ഗ്രൂപ്പിൽ ഒരു ക്യൂൻ, അപ്പോൾ 4 ക്യൂൻസ്, 4 ജാക്ക് ആൻഡ് 4 ഏസ്. ഓക്കെ ആണല്ലോ. ഇതിൽ വേറൊരു കാര്യം കൂടിയും പറയട്ടെ. കിങ് മനസ്സിലായാലും ഇത് മനസ്സിലായില്ല. കിങ്, ക്യൂൻ ആൻഡ് ജാക്ക്, ഇത് നമ്മൾ പറയുന്ന പേര് ഫേസ് കാർഡ്സ് എന്നാണ്. ഫേസ് കാർഡ്സ് ഓർത്ത് വെച്ചേക്കണം. ഫേസ് കാർഡ്സ്. കിങ്, ക്യൂൻ, ജാക്ക് ആർ സെഡ് ടു ബി ഫേസ് കാർഡ്സ്. ഒരാളുടെ ഫേസ് ആണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബി പാർട്ട് ആൻസർ ചെയ്യാൻ പോവാണ്. എല്ലാം വേഗം എഴുതാമല്ലോ നമുക്ക്. Calculate the probability that the card is an ace of spades.
പ്രോബബിലിറ്റി ദാറ്റ് എയ്സ് ഓഫ് സ്പേഡ്, സ്പേഡിനുള്ളിലുള്ള എയ്സ് അല്ല, അതെ സ്പേഡിനകത്തുള്ള എയ്സ്, സ്പേഡിനകത്തുള്ള എയ്സ് കിട്ടാനുള്ള ചാൻസ്. ഏതെങ്കിലും ഒരു എയ്സ് കിട്ടിയാൽ പോരാ, സ്പേഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനുള്ളിലുള്ള എയ്സിനെ തന്നെ കിട്ടണം. സ്പേഡിനുള്ളിൽ ഒരു എയ്സേ ഉള്ളൂ, സ്പേഡ് എയ്സ് ഒരെണ്ണേ ഉള്ളൂ. വേറെ ക്ലബ് എയ്സ് ഉണ്ട്, ഡയമണ്ട് എയ്സ് ഉണ്ട്, അതൊന്നും പാടില്ല. സ്പേഡ് എയ്സ് വേണം. സ്പേഡ് എയ്സ്, സ്പേഡിനുള്ളിലുള്ള എയ്സ് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ സ്പേഡ് എയ്സിന് ഫേവറബിൾ ആയിട്ട് ഒരെണ്ണേ ഉള്ളൂ. ആകെ 52 കാർഡ്സ് ആണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 52. ഓക്കെ, 1/52 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമുക്ക് എന്താണ് വേണ്ടത്? നെക്സ്റ്റ് സി ചെയ്യാം അല്ലേ? സി. കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് എൻ ഏസ്. ഫസ്റ്റ് സിയിൽ ഫസ്റ്റ് വൺ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും കൊടുക്കുന്നില്ല. പ്രോബബിലിറ്റി ഈക്വൽ ടു ഒരു എയ്സ് കിട്ടാനുള്ള ചാൻസ് എന്താണ്? എയ്സ് 4 ഉണ്ടെന്ന് അറിയാമല്ലോ. ഏതെങ്കിലും ഒരു എയ്സ് കിട്ടിയാൽ മതി. ഓരോ ഗ്രൂപ്പിനുള്ളിലും എയ്സ് ഉണ്ട്. അങ്ങനെ 4 ഏസസ് ഉണ്ട്. 4 ഫേവറബിൾ കേസസ് ഔട്ട് ഓഫ് 52 കേസസ്. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/13 കിട്ടും. സെക്കൻഡ് വൺ, ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് എന്താണ്? ബ്ലാക്ക്, ഏതെങ്കിലും ഒരു ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് എന്താണ്? ബ്ലാക്ക് 26 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ബ്ലാക്ക് കാർഡിന് ഫേവറബിൾ ആയിട്ട് 26 കാർഡ്സ് ഉണ്ട്. ആകെ 52 കാർഡും. 26/52 ആണ് ബ്ലാക്ക് കിട്ടാനുള്ള ചാൻസ്. ദാറ്റ് ഈസ് 1/2 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ?